കോഴിക്കോട് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു. ഈ മീനുകൾ പൊതുവെ ചാവുകയാണ്. ഒരു വട്ടം മതിയോ? ഇങ്ങനത്തെ അക്വേറിയങ്ങളൊക്കെ ചെയ്യുമ്പോഴില്ലേ കാണാനൊക്കെ നല്ല ഭംഗിയാ, പക്ഷെ ഇതിന്റെ മെയിന്റനൻസ് അതൊരു പണിയാ. മീനാ മീമി ക്ഷയിക്കുന്നേ അങ്ങനെ കൊണ്ടുപോ. ലോങ്ങൻ നീണാൾ വാഴട്ടെ. ചാർലിനെ വിളിച്ചു കഴിഞ്ഞില്ലേ നിന്റെ പപ്പ് പറക്കിട്ടാ. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എന്റെ 2 കാല് പിടിച്ച് വലിച്ച് വെള്ളത്തിൽ തട്ടിട്ടു. ഞാൻ നല്ല പിടിച്ചു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞങ്ങൾ നീലിയാണ്. നല്ല ഭംഗിയില്ലേ നീല സരിതാര ഡ്രസ് എവിടെ നിർത്താ കടലിൽ. ഇത് കുറേ നാളായിട്ട് ഇരിക്കണതാ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ട്. അത് അളമാരി മടക്കി വെച്ചതിൻ്റെ അടിയിൽ പെട്ടിട്ട് ഞാൻ കാണാണ്ട് കിടക്കായിരുന്നു. മുന്നിട്ടിട്ടുള്ളതാ. ഇന്നേ നമ്മൾ കോഴിക്കോട് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു. കുറേ നാളായി കോഴിക്കോട്. അതായത് ഈ ഫിഷ് ടാങ്കിൽ നിന്ന് വെള്ളം തേട്ടിട്ടില്ല, പൈപ്പ് അപ്പത്തിൽ ലീക്കായി. ചില സമയത്തെ അതിന്റെ ഫിൽറ്ററിന്റെ മുകളിൽ ഇരിക്കുന്ന സാധനം നീങ്ങിപ്പോയിട്ടേ കോഴിക്കൂട്ടിലേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കും. നമ്മളറിയില്ല. ഇതിലത്തെ വെള്ളം കുറഞ്ഞ് കാണുമ്പോൾ പെട്ടെന്ന് ഇതിലത്തെ വെള്ളം താന്ന് കാണുമ്പോൾ നോക്കുമ്പോഴാണ് വെള്ളം ഫിൽറ്റർ ചെയ്യണതിന് വരെ വെള്ളം പോണ. സഞ്ചിയിൽ എന്നിട്ടാ ജഗ് സഞ്ചിയിൽ പിടിച്ചു വരുന്നു. എന്നിട്ടാ മീനാ മീമി. ഇതെവിടെ മീൻ? സജീവൻ എന്താ സജീവിൻ്റെ ഫിഷ് ടാങ്ക് നമുക്ക് വൈകുന്നേരം ഗ്രില്ല് ചെയ്യാം. അടിപൊളി മീനാട്ടത്, ഭയങ്കര ടേസ്റ്റായി മീൻ. നമ്മൾ ആളുകൾ പറയണ പോലെ. പക്ഷേ സജീവിന് വളർത്താൻ പറ്റാണ്ടേ ആ മറ്റേ ഷീറ്റ് വെച്ചിട്ടാണ് പടുത കൂടെ ഇല്ലേ, അതിലാണ് വളർത്തി കിടന്നത്. അപ്പോൾ ഇവരോട് ഷീറ്റ് കീറ. അപ്പോൾ അവൻ അവരുടെ പല്ലുകൾ ഭയങ്കര മൂർച്ചേറിയതല്ലേ. അപ്പോൾ അത് നമുക്ക് ഒരു ബക്കറ്റിലേക്ക് ഇടാം, എന്നിട്ട് തുടങ്ങാം. കാലത്ത് തന്നെ ശുഭലക്ഷണം. അവിടെ ഇമ്രാൻ അവിടെ നോക്കിക്ക. ഒരു മിനിറ്റ് എവിടെ ഇരിക്കുന്നത് ഇമ്രാൻ? കോഴികളെ പുറത്തേക്ക് വിടണമല്ലോ. അപ്പോൾ ഇമ്രാനും ചാലിനും അവിടെ ഇമ്രാൻ ഷെയ്ക്കിൻ്റെ വേണ്ട എനിക്ക് പണി തുടങ്ങാണ്ട് ഷെയ്ക്കത്താ. അങ്ങനെ പറഞ്ഞാലൊന്നും വരാൻ പറ്റില്ല. ഷെയ്ക്കിന്താടാ കൈമിൻ്റെ മീനിൻ്റെ പണം ഉണ്ടാവും. ഇല്ല മീൻ ഞാൻ തൊട്ടിട്ടില്ല. ഷെയ്ക്കുന്നേ അങ്ങനെ കൊണ്ടുപോ. അപ്പോൾ ശരി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പണി തുടങ്ങട്ടെ, ഞങ്ങൾ ജോലി തുടങ്ങട്ടെ സാർ. ശരി. അപ്പോൾ നമ്മുടെ പിരാന അതെ ജഗ്ഗുവിന്റെ പണി എന്ന് പറയുന്നത് ഈ ഫിഷ് ടാങ്ക് വൃത്തിയാക്കലാണ്, ഈ അക്വേറിയം. അതിൽ 2 മോട്ടർ പുതിയത് വാങ്ങി വെച്ചത് ഒരെണ്ണം കേടായി. ഞാൻ ജഗ്ഗുവിനെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇവിടെ നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാര. കോഴിക്കൂട്ടിൽ നിന്ന് പൊട്ട മണം വന്നു തുടങ്ങി വെള്ളയിൽ പോയിട്ടേ. അപ്പം അത് വൃത്തിയാക്കലാണ് ചേട്ടൻ്റെ പരിപാടി. അതെ, അത് ഭയങ്കര തമാശ എന്ന് പറഞ്ഞില്ല. എന്തെന്നറിയോ, കോഴിക്കൂട് നമ്മൾ വെടുപ്പാക്കും, വൃത്തിയാക്കും. കാരണം കുറേ നാൾ കഴിയുമ്പോൾ 2 മാസം കൂടുമ്പോഴാണ് കോഴിക്കോട് വൃത്തിയാക്കും. ആവണിശ്ശേരിന്ന് ചിന്തൂര് വാങ്ങിച്ചുകൊണ്ട് മരത്തിൻ്റെ ചിന്തൂരില്ലേ, അത് വാങ്ങിച്ചുകൊണ്ട് ഈ കോഴിക്കൂടിൻ്റെ അടിയിലിടലാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നല്ല നീറ്റായിട്ട് എടുക്കും, മണം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. അല്ലെണ്ണം എല്ലാവരും കോഴിക്കൂടിൻ്റെ അടിയിൽ ഇടുന്നത് സാധനമാണ്. നമ്മൾ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ വെള്ളം ഇവർ ഫിൽറ്റർ ചെയ്ത് ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. ആ വെള്ളം മുഴുവൻ കോഴിക്കോട്ടിലേക്ക് ഒരു വരവ് വരും. അപ്പോൾ 2 ഇട്ടൊക്കെ വെള്ളത്തിലായി. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴികൾക്ക് ഇപ്പോഴത്തെ കോഴികളുടെ മെയിൻ തീറ്റ എന്തിനെന്നറിയോ, നമ്മുടെ വീണെടുക്കുന്ന ചക്കകളാണ്. എല്ലാവരും ഇറങ്ങും ഇറങ്ങി കണ്ട നനഞ്ഞെടുക്കണ്ട. കണ്ട ചക്കയാണ് അവരെ തീറ്റ. കണ്ട ചക്കരെ അവർ ഇതിപ്പോൾ എത്ര ചക്കിട്ട് കൊടുത്തത്? 10-15 ചക്കിട്ട് കൊടുത്തതാ. അതിൻ്റെ ഇടയിൽ കോഴിമുട്ട എടുക്കണ്ടില്ല. ചിലത് വീട്ടിൽ കോഴിമുട്ട ഇടണ്ടേ? ഇതേ ഒന്ന് ഞാനിത് കണ്ടില്ലല്ലോ. ചേട്ടാ അല്ലേ ചേട്ടനോട് ചോദിച്ചാ മണിത്താറാവ് വേണോന്ന്? അയ്യോ ചോദിച്ചില്ലേ? ആരെങ്കിലും ചോദിച്ചില്ലേ? മണിത്താറാവിനെ വേണോന്ന് ചോദിച്ചു വലിച്ചനോട്. 2 കോഴിമുട്ട കിട്ടി സാറിതാ. കണ്ട കോഴികളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ടാണ് അതിന്റെ പേര് ചാർലി. ചാർലിക്ക് പിന്നെ വെപ്രാളാ കോഴികളെ അയച്ചിട്ട്. അതിനിപ്പോ വന്നിട്ട് ഇപ്പൊ അതിനെ പിടിച്ച ഒറ്റങ്ങളുടെ പപ്പും തൂലൊക്കെ പറിക്കണം. സെക്കൻഡ് പറപ്പ് അല്ല പറപ്പല്ലേ പപ്പ് പറിക്കൽ തുടങ്ങും.
ആ ചേട്ട ഇതിന്റെ അവസ്ഥ കണ്ട. എന്തിന്റെ അവസ്ഥ? ആ മൂലയിലേക്ക് വെക്കും, മൂലയില് ഗ്ലാസുമ്മ കൊള്ളേ, ഗ്ലാസുമ്മലല്ല അതന്നെ കറക്റ്റ് ആയിട്ടല്ലേ ഇരിക്കണം നോക്കിയേ. അല്ല എന്തിന്റെ അവസ്ഥ? പൊട്ടി. ഏത് പൊട്ടി? ചില്ല്. അയ്യോ അത് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഫിൽറ്റർ ഓഫ് ആക്കാത്. ആ കറണ്ട് കളയും. അപ്പോൾ ഇവർ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കോഴിക്കോട് ക്ലീൻ ചെയ്യാം. കോഴികളൊക്കെ കണ്ട നല്ല കുട്ടപ്പന്മാരായി വരാണ് ഇവർക്ക്. കണ്ട ഇത് ചിന്തൂരും കോഴിക്കാട്ടം കൂടി മിക്സിങ് ആയിട്ടുള്ളതാണ് ഈ സാധനമാണ്. ഇത് മുഴുവൻ വെടുപ്പാക്കിയിട്ട് ചിന്തൂർ ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുന്നില്ല. ഈ കോഴിക്കാട്ടല്ലേ ഇതാണ് നമ്മൾ ബോഗൻവില്ല വീഡിയോ ചെയ്യാൻ പോയില്ലേ, അവർ ഡ്രാഗൺ ഫ്രൂട്ടിന് ഇടുന്നത്. അപ്പം നമ്മളും ഇത് ഇടാൻ പോകുന്നു. ജഗ്ഗു ആ വാൽവില്ലേ വെള്ളം പോണേൻ്റെ അവിടെ കല്ലുകൾ വന്ന് അടഞ്ഞിട്ടുണ്ട്. അതൊന്ന് കൈകൊണ്ട് ആ ഭാഗം ഒന്ന് ഇങ്ങനെ മാന്തിക്ക്. അപ്പം പെട്ടെന്ന് ഈ വെള്ളം പോയിട്ട് ഇത് കഴിയും. ആ ഭാഗം എത്തില്ലേ നിനക്ക് കൈ? ആ ഭാഗത്തുനിന്ന് കല്ല് മാറ്റി. ഇവിടെ ഒരു ബക്കറ്റ് അങ്ങനെ വെക്കാം. കാരണം ഇപ്പോൾ വൃത്തികേടായിട്ട് നോക്കണ്ടട്ടാ. ഇതൊക്കെ ചീരാര തണ്ടുകളാണ് മുഴുവൻ ഇട്ട് കൊടുത്തത് ഇവർക്ക്. നമ്മുടെ ജൈവ കോഴികളും ജൈവ കോഴിമുട്ടയാണ് പോട്ടാ. തീറ്റ കൊടുക്കൽ, കാശ് കൊടുത്തിട്ടുള്ള തീറ്റ വാങ്ങിച്ചു കൊടുക്കൽ നിർത്തി. മുതലാവണില്ല. അല്ല മുതലാവാണ്ടല്ല, മുതലാവില്ല. പക്ഷേ ഈ സാധനങ്ങൾക്ക് തീറ്റ കൊടുക്കണ്ടേ? അല്ല ഇവിടെയുള്ള സാധനങ്ങൾ കൊടുക്കണ്ടേ? നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് ഈ വളം. അപ്പോൾ അവർ പറഞ്ഞ ബെസ്റ്റ് വളമാണ് ഈ കോഴിക്കാട്ടേ. ഇതിപ്പോൾ ഇന്നലെ ഞാൻ വേഗം പോയി കഴിയാ. ഈ ഓട്ടര ഭാഗത്തെല്ലാം നോക്ക് ഇത് എവിടെയാന്ന്. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള സ്ഥലത്താക്ക്. ഇതൊക്കെ കണ്ട കംപ്ലീറ്റ് ചീരാര തണ്ടുകളാണ് കേട്ടോ ഇതൊക്കെ. ഇത് അതിലിടില്ല, ഇത് കമ്പോസ്റ്റിലിടും. കംപ്ലീറ്റ് ഇലകൾ തിന്നിട്ട് വിട്ടുണ്ടായി കണ്ട ഇങ്ങനെയൊക്കെ. ഇവിടെ കമ്പോസ്റ്റ് കൂടി രാവിലെ കൊണ്ടത്. അതൊക്കെ വീഡിയോയിൽ കാണിക്കാം. ഗ്ലാസ് അവിടെ പോയി. ഇത് പൊടിയേ കണ്ട, പൊടി 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 ഇങ്ങനത്തെ ആകുമ്പോൾ ശരിക്കും പൊടിയാണ്. മറ്റേ കട്ട ഈ സൈഡിലുള്ളതേ ഈ അറ്റത്തേക്ക് ആകുമ്പോൾ കോഴികൾ ഇവിടെ വന്ന് ഒക്കെ കൂട്ടം കൂടി നിന്നിട്ട് ഇവിടെ നനവ് കൂടി ഇതാണ് തരിപ്പൊടി. ഇങ്ങനത്തെ കോഴിക്കാട്ടാണ് അവരിട്ട് കൊടുത്തിട്ടാ. പിന്നെ അവരെ വീട്ടിൽ ഇതെല്ലാം എന്തുകൊണ്ട് അവർ വാങ്ങിച്ചതുകൊണ്ട് കോഴിക്കാട്ട ആളുകൾക്ക് വാങ്ങിച്ച് ചെയ്യുന്നവരുണ്ടല്ലോ അവരമ്മ ഓരോന്നമ്മ 10-40 ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ ഇപ്പോൾ വളച്ചേണ്ട. ഈ ഫസ്റ്റ് തണ്ട് വന്നു കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് തണ്ടിൻ്റെ വലിപ്പം കണ്ട ഒന്ന് ഇത്രയ്ക്ക് വലിപ്പമായി ഏകദേശം. ഇതിന് കയറി വരും. ഇതിട്ട് കൊടുക്കാം. നിറഞ്ഞു ബാക്കി മഴ പെയ്യുമ്പോൾ താമരും. കോഴികളെങ്ങടെ ഓടുന്നത്? ചക്ക വീണടത്തി ഓടുന്ന നോക്കുക. എന്നും പറ്റുന്ന ഒരു ഐഡിയ. അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഈ വെള്ളം ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെന്തെങ്കിലും പണിക്കൊക്കെ അവിടേക്കോ പുറത്തേക്ക് പോയിട്ട് അല്ലെങ്കിൽ ഫോൺ വരെ സംസാരിച്ചിരിക്കുമ്പോൾ ഈ വെള്ളം പറ്റിയിട്ട് ഈ മീനുകൾ പൊതുവെ ചാവുകയാണ്. ഒരു വട്ടം മതിയോ? എപ്പോഴും പറ്റാറുള്ള അബദ്ധം എന്ന് പറയരുത്. ഒരു വട്ടം അങ്ങനെ പറ്റിയിട്ടുണ്ട്, അതിന് ശേഷം പറ്റിയിട്ടില്ല. നമ്മളിവിടുന്ന് മാറാറില്ലേ? ഇപ്പോഴും വെള്ളം നിറയ്ക്കുമ്പോൾ മാറും. വെള്ളം നിറയ്ക്കുമ്പോൾ മാറും. എന്നിട്ട് വെള്ളം മുഴുവനായിരിക്കും. നമ്മൾ കോഴിക്കോടൊക്കെ വെടുപ്പാക്കി വൃത്തിയാക്കി കോഴികൾക്കൊക്കെ നല്ല സെറ്റപ്പാക്കി കഴിയുമ്പോൾ വെള്ളമായിരിക്കും നിറയും. ഞാൻ പറയും ഇങ്ങനെ ഇവിടേക്ക് ഇത് ഇത്രയ്ക്ക് വരെ ഹൈറ്റ് വെള്ളമാകുമ്പോൾ അലാറം വയ്ക്കാൻ പറയും. ഇത് അലാറം വയ്ക്കാണ്ടാകുമ്പോൾ ഇത് നിറഞ്ഞ് തേട്ടി അപ്പുറത്തേക്ക് പോകണേ. ശരീരക്ക് ചെവി വേദനയാണ്. അതിന് അധികം വർത്താനം പറയാൻ പറ്റാത്ത. ചെവി വേദന എങ്ങനെ വന്നേന്നും കൂടി പറയേ. എങ്ങനെ ചെവി വേദന വരുന്നത്? മനുഷ്യർ ചെവി വേദന സാധാരണ പോലെ വരുന്നു. ഞാൻ പറയട്ടെ? നീ പറഞ്ഞല്ലോ. ഞാൻ അപ്പോൾ നീ പറയാൻ തടസ്സപ്പെടുത്താറുണ്ടോ വല്ല കാര്യങ്ങൾക്കും? സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ എല്ലാ ദിവസവും ചേട്ടൻ കുറച്ച് സമയം നീന്താറുണ്ട്. നീന്താൻ പോകുമ്പോഴൊക്കെ എല്ലാ ദിവസവും എന്നെ വിളിക്കും. അവിടെ വെറുതെ വന്ന് ഇരിക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ നീന്തി കഴിഞ്ഞ് കയറണവരൊക്കെ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഞാൻ പോവാറില്ലേ, കാരണം അതിന് പിന്നിൽ അപകടമുണ്ടെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പോവാറില്ലേ.
2 ആഴ്ച മുന്നാന്ന് തോന്നുന്നുണ്ട് ഇതുപോലെ പോകുമ്പോൾ എന്നെ ഇങ്ങനെ കുറേ വിളിച്ചു, വാടിയപ്പാ ഒന്ന് അവിടെ ഇരിക്കടിയപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച്. അപ്പോഴും ഞാൻ പോയില്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പാവം തോന്നിട്ട് ഞാൻ പോയി അവിടെ അങ്ങനെ ഇരുന്നിട്ടുണ്ടായേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ തന്നെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എൻ്റെ 2 കാല് പിടിച്ച് വലിച്ച് വെള്ളത്തിലേക്ക് തട്ടിയിട്ടു. അപ്പോൾ ഞാൻ നിലവിളിച്ചു. നിലവിളിച്ചപ്പോഴുണ്ടല്ലോ നമ്മുടെ ചാർലി ഇമ്രാനും ഒരു വരവ് വന്നിട്ടുണ്ട്. ഷോ അപ്പം എനിക്ക് മനസ്സിലായി ആരും ഇല്ലെങ്കിൽ എനിക്ക് ഒറ്റങ്ങളുണ്ടാവും എനിക്ക് മനസ്സിലായി. ഞാൻ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു തരുന്ന 2 ജീവികളെങ്കിലും ഇവിടെ ഭൂമിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അവര് കുരച്ചിട്ട് ഒരു വരവ് വന്നതിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ നിലവിളി കേട്ടിട്ടേ നീ എവിടെയായിരുന്നാവോ? അവൻ കണ്ണംകുളങ്ങരയായിരുന്നു ആ സമയത്ത് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ മുങ്ങിയില്ലേ, എൻ്റെ ചെവിയിൽ വെള്ളം കയറി. ആ ചെവിയിൽ വെള്ളം കയറി പിറ്റേ ദിവസം തൊട്ട് എനിക്ക് വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെവിയിൽ ചെറുതായിട്ട്. പിന്നെ അത് കൂടി വന്നു. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇപ്പോൾ ഇവിടെ അടുത്തൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരുത്തൂരമ്പലത്തിൻ്റെ അവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട്. എല്ലാത്തിനും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാരെ അവിടെ ആഴ്ചയിൽ ഓരോ ദിവസം ഇരിക്കും. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം അവിടെ ENT ഡോക്ടർ, അന്ന് ജഗ്ഗുവിന് മൂക്കിന്ന് ചോര വന്നപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കാണിക്കാനായിട്ട്. അത് കാരണം അറിയാം അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ അവിടേക്ക് വിളിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഡോക്ടർ ചെവി പരിശോധിച്ചു. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ട്, ചെവിയിൽ വെള്ളം കയറുമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. ചെവിയിൽ മരുന്ന് ഒഴിക്കാൻ തന്നു, വാക്സ് ഉണ്ട് എന്ന് പറഞ്ഞു ചെവിയിൽ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇന്ന് പോകണം. അപ്പോൾ അത് ചെവിയിൽ മരുന്ന് ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ വേദന കൂടി ഭയങ്കര വിങ്ങൽ. ഇന്നലെ രാത്രിയൊക്കെ ഒരു ഉറക്കം എനിക്ക് ഉറങ്ങാൻ പറ്റാണ്ടായിട്ട് ഞാൻ ലാസ്റ്റ് എനിക്ക് ഗുളിക, അല്ലെങ്കിൽ ഞാൻ എന്നും തലവേദനയുടെ ഗുളിക കഴിക്കുന്നുണ്ട്. ഭയങ്കര തലവേദനയുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഈ ചെവി വേദനയും കൂടി വന്നപ്പോഴേ തീരെ പറ്റുള്ളൂ. എന്നിട്ട് ഗുളിക കഴിച്ചിട്ടാണ് രാത്രി ഉറങ്ങി. അപ്പോൾ ഇന്നിന് ഡോക്ടറുടെ അടുത്ത് പോകണം, ചെവി ക്ലീൻ ചെയ്യണം. അതാണ് സംഭവിച്ചത്. വലുതും പറയാണ്ട. അല്ല, ഇതൊന്നും ഞാൻ നോണയെന്ന് പറയുന്നില്ലേ. കാരണം ഉണ്ടായ കാര്യമാണ്. അല്ലല്ല, നീ വിചാരിക്കുന്നു അതാണ് കാരണം എന്ന് വിചാരിക്കുന്നു. വെള്ളത്തില് എത്രയോ പേര് വെള്ളത്തിൽ കുളിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ലല്ലോ. വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ ചെവിയുടെ ഉള്ളിൽ ചെപ്പിക്കാട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഡോക്ടർ ചോദിച്ചു, ഇങ്ങോട്ട് ചോദിച്ചു ചെവിയിൽ വെള്ളം കയറിയൊന്ന്. പിന്നെ ചെവിയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ സാധാരണ എല്ലാവർക്കും ചെവിയിൽ വെള്ളം കയറിയില്ല. പിന്നെ എല്ലാവരും ചെവിയിൽ വെള്ളം കയറിയില്ല എന്ന് പറയൂ. അതായത് നമുക്ക് ഈ ഇന്ന സംഭവം, അതായത് ചെവി വേദനിക്കാനായിട്ടുള്ള സാധ്യതകളല്ലാണ്ട് അല്ല ചെപ്പിക്കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെവി വേദനിക്കില്ല. അത് സാധാരണ ഈ ചെവിയിൽ അല്ലെങ്കിൽ ഒരു ഇതെന്തിട്ടാന്നറിയോ, ഈ ചെവി നമുക്കിങ്ങനെ ഈ വാക്സ് ഈ ചെപ്പിക്കാട വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ചെവി ചൊറിയുമ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് പൊടിഞ്ഞിങ്ങനെ പോവില്ലേ, അങ്ങനെ ഈ ചെവിയിൽ നിന്ന് അങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ചെവിയിൽ അങ്ങനെ വരില്ല. അപ്പോൾ എനിക്ക് ഇവിടെ ENT നമ്മുടെ ബാലകൃഷ്ണൻ ഡോക്ടർ ഉണ്ട്. അപ്പോൾ ആളെന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ചെവിയുടെ ഈ എന്താ പറയുക, ചെവിയുടെ എന്തോ കുളമല്ല അങ്ങനെ എന്തോ അവിടെ ഒരു വളവുണ്ട്. അപ്പോൾ ആ വളവുള്ള കാരണം കൊണ്ട് അവിടെ ഇത് തടഞ്ഞിരിക്കും നിറയെ. അത് നമുക്ക് തന്നെ സ്വയം എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറേ നാൾ കൂടുമ്പോൾ ഡോക്ടറെ അടുത്ത് തന്നെ വന്നിട്ട് അത് ക്ലീൻ ചെയ്യണം. അപ്പം അതുകൊണ്ടാണ് ഈ ചെവിയിൽ അത് അപ്പം അത് നിറഞ്ഞപ്പോൾ വേദന തുടങ്ങിയപ്പോൾ ഈ ഡോക്ടർക്ക് അത് അറിയില്ല. അപ്പം ഈ ചെവി നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പോട്ടാ ഞാൻ സമ്മതിക്കുന്നില്ല. ഇപ്പം വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് വേന വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിചാരിച്ചിരുന്നോട്ടെ. അതൊക്കെ സാധാരണയാണ്. അത് നമ്മൾ വെള്ളത്തിൽ ഇവൻ വെള്ളത്തിലേക്ക് കിടക്കുന്നതാ. അപ്പം എൻ്റെ ചെവിയിൽ വെള്ളം കയറണ്ട, എൻ്റെ ചെവിയിൽ വെള്ളം കയറണ്ട. കോഴികൾ കംപ്ലീറ്റ് ചക്ക തിന്നാൻ പോയില്ല. വീണ ചക്കകളൊക്കെ അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തിടാം. വെള്ളം നോക്കില്ല തരുതാ. ഇതിപ്പോൾ ഒരു 10-20 ബക്കറ്റ് ഈ സാധനം ഉണ്ടാവും കേട്ടോ. വെടുപ്പയ്ക്ക് കഴിയുമ്പോൾ ഒരു 10-20 ബക്കറ്റ് ഉണ്ടാവും. തെങ്ങിനും അതിനൊക്കെ ഇട്ട് കൊടുക്കാൻ വെച്ചിട്ടാ. വേണ്ടറാ അതിൽ നോക്കിട്ട് അത് വെള്ളം മതിയെങ്കിയത് നിർത്താം. കോഴിക്കാട്ടം കോരുമ്പോഴേ ഈ കയ്യിൻ്റെ ഈ ഒരല്ലേ നമ്മൾ വെള്ളം പിടിച്ചിട്ട് പിന്നെ കൈ കൊണ്ട് മാന്തണം. ഒരു വേന വരും. പിന്നെ വല്ലപ്പോഴല്ലേ ഉള്ളോ. ഇനി മതിയും തോന്നുന്നു കേട്ടാ. വെള്ളം കണ്ട അതിലത്തെ ഒരുവിധമൊക്കെ വെള്ളം പോയി. അപ്പോൾ ഓഫ് ചെയ്യാം.
ബക്കറ്റുകൾ അങ്ങനെ നിറഞ്ഞങ്ങോട്ട് പോണ്. ഇതിപ്പോൾ ഈ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടിന് ഇടൽ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ അവിടെ തെങ്ങ് തൈ വെച്ചിട്ടുണ്ടല്ലോ, 18 പട്ടയല്ല, താഴെ മലേഷ്യൻ സാധനം. അപ്പം അതിനിട്ട് കൊടുക്കണം. അപ്പോൾ മഴയിൽ വരുന്നത് അതിനെ കുഴപ്പമില്ല. ഇത് കൂമ്പെടുത്തു കണ്ട. ഇതായിരുന്നു ഫസ്റ്റ് നമ്മൾ വെച്ച ടൈമിലുള്ള കൂമ്പ്. അത് ഇത്രയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. അതിപ്പോൾ വലുതായി ഇത് വിരിയാറായി തുടങ്ങിയല്ല. നല്ല വളർച്ചയുണ്ട്. മതിയാ, മോട്ടർ ഓഫ് ചെയ്യട്ടെ? അതെ, ടാങ്കിലേക്ക് വെള്ളം ഇടേണ്ടി വരും. ഇങ്ങനത്തെ അക്വേറിയങ്ങളൊക്കെ ചെയ്യുമ്പോഴില്ലേ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ്റനൻസ് കറക്റ്റ് അതൊരു പണിയാണ്. പിന്നെ മാത്രമല്ല ഇതിൽ വെക്കണ ഈ എന്താ പറയുക, സബ്മേഴ്സിബിൾ ആയിട്ടുള്ള വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ടൈപ്പ് ഇങ്ങനത്തെ മോട്ടറുകളില്ലേ, ഇതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഇതിനൊരു 1500-2000 രൂപ വിലയുണ്ട്. ഇതിപ്പോൾ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ കേടായപ്പോൾ ഇത്തിരി വില കൂടിയതാണ്. 2 വാങ്ങിച്ചതാണ്. ഇതും വേറൊരെണ്ണം. അപ്പോൾ ചൈനയുടെ സാധനമാണ്, ഇതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലെന്ന് അവരെന്നെ പറയും തരുമ്പോൾ. വർക്ക് ചെയ്യും. ചിലപ്പോൾ വെക്കണതിൻ്റെ പിറ്റേ ദിവസം കേടാവാം. അതേപോലെ തന്നെ ഇത് കേടായി, ഒരെണ്ണം കേടായി. ഒരെണ്ണത്തിന് കുഴപ്പമില്ല, വർക്കാവണുണ്ട്. ആ വർക്കാവണേൻ്റെയാണ് ആ പഞ്ഞി അത്രയ്ക്കധികം ചെളിയായിട്ട് കണ്ടേ. അതിൽ കൂടെ മാത്രം ഫിൽറ്ററിങ് നടക്കണുള്ളേ. മറ്റേതിൽ ഫിൽറ്ററിങ് നടക്കാണ്ടായിട്ട് കുറേ നാളായി ഇത് കേടായിട്ട്. അപ്പോൾ ഇതേ വീണ്ടും പുതിയത് വാങ്ങിച്ചു. അതാണിത് 1200 രൂപയ്ക്ക് ഇന്നലെ വാങ്ങിച്ചത്. അവരടുത്ത് വെണ്ടക്കായ ഇരിക്കണ്ട നോക്കിയേ. വെണ്ടക്കായ ഇപ്പം ഞാൻ പൊടിച്ചോണം കേട്ടോ. നമ്മുടെ വെണ്ടമേ എന്തോരം വെണ്ടക്കായ. ഇനി നമ്മൾ അവിടുത്തെ കെട്ടിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ അബിയു മാവുകൾക്കൊക്കെ ഇടാൻ പോകണം കേട്ടോ. ഈ അബിയുടെ ഇടയ്ക്ക് നോക്കിയാൽ ഒരു മാവ് തൈ മുളച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്താണെന്നറിയില്ല, ഞാൻ നോക്കിയിട്ട്. ഇതാ വീട്ടിലത്തെ കുളമ്പിൻ്റെ നീളനാണെങ്കിൽ നീളനണ്ടിയാണെങ്കിൽ വീട്ടിലത്തെയാണ്. മറ്റേ ചെറുതാണെങ്കിലേ അല്ല എൻ്റെ അടുത്തെയാ മറ്റേ മാവില്ലേ. അല്ല ചേട്ടാ, ഇതാ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതെ, ഞാൻ ഇനി അത് അവിടെ കൊണ്ടിട്ടത് വണ്ടി. അല്ലല്ലോ, വീട്ടിൽ നിന്ന് കൊണ്ടത് അല്ലല്ലോ. നീ നോക്കിയേ, ഇത് അല്ല എൻ്റെ അടുത്തെയാ. അത് മുളച്ചിത്രയാവാറായിട്ടില്ല ചേട്ടൻ, ആകെ കുറച്ചു ദിവസമായിട്ടുള്ളൂ അത്. അല്ലടി നീ നോക്ക്, ഇത് ചെറുതല്ല. ഇത് എന്തേലും ആവട്ടെ. അപ്പോൾ ഇത് പറിച്ച് കുഴിച്ചിടണം. ഇനിയിപ്പോൾ ഇങ്ങനത്തെ കടയ്ക്ക് കോഴിക്കാട്ടിടാൻ പോവാട്ടെ. ഇത് ബെസ്റ്റ് വളം. അത് ഈ വർഷകാലമല്ലേ വരാൻ പോണത്, അതന്നെ നമുക്ക് കുഴപ്പമില്ലേ. പുല്ലുവെട്ട എന്നാ വരാ അവർ അടുത്ത ആഴ്ച വരും. ഉഗ്രം വളം അത്. പുല്ലിന് വളരാൻ ഒരു വളം വേണ്ട. രണ്ട് പാത്രം ചെയ്തിട്ട് കൊടുക്കും. ഇത് ഈ അബിയുവിൻ്റെ ഫ്രൂട്ട്സ് തിന്നോട് കൂടിയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടോട്. നല്ല ടേസ്റ്റുള്ള സാധനം. ഇനി നമ്മൾ ഇടുന്നത് ലോങ്ങൻ എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. അത് ഈ ലോങ്ങൻ എത്ര കൊല്ലം കഴിയുമ്പോഴാണ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ നല്ല വളർച്ചയാണ് ഇതിന്. അപ്പം അവനും കഴിച്ചില്ലേ, നല്ല രസം. അത്ര ഭയങ്കര രസം ഒന്നും പറയാൻ പറ്റില്ല ഞാൻ. എന്നിട്ട് എൻ്റെ രുചി ഈ റംബുട്ടാൻ്റെ പോലെയല്ല, അതിൻ്റെ പോലെ തന്നെ ഫ്ലഷ് ഒക്കെ അതുപോലെ ഇരിക്കും കാണുമ്പോൾ. പക്ഷെ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല. ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അധികം വിലയില്ല, റംബുട്ടാൻ്റെ പോലെയുള്ള വിലയില്ല ലോങ്ങിന് കേട്ടാ. പുല്ലിന്ന് കണ്ട കാട് പിടിച്ചിട്ട് 2 ലോങ്ങൻ വെച്ചിട്ടുണ്ട്. അവിടെ ലോങ്ങുണ്ട്. ലോങ്ങൻ പോലെ ഉയരം വെച്ച് പോകുന്നുണ്ട്. കൊല്ലെങ്കിലും ഉണ്ടാവോ? നമ്മുടെ ലോങ്ങൻ നീണാൾ വാഴട്ടെ. കോഴികളത് എന്തിട്ട് ഈ കോഴികളെ കാര്യം നോക്കിക്കുക. ആ കോഴികൾ കൂടുതൽ ഈ വക സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കി മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോഴാണ്
കൊണ്ടുവന്നപ്പോഴാണ് ചിക്കി മാന്തത് കോഴികളെ. ആ അങ്ങനെ നമ്മുടെ കോഴിക്കോട് ഒരുവിധം എടുപ്പാക്കൽ കഴിഞ്ഞിട്ട് ഇത് ഭയങ്കര നീറ്റായിട്ട് അടിച്ചു കിട്ടുന്ന പരിപാടി ഒന്നുമില്ല കേട്ടോ. ഇനി ഇതിന് മീത് ഇത് വരെ തന്നെയാണല്ലോ, ചിന്തൂർ വരെ തന്നെയാണ്, അതിൻ്റെ മീതെ കോഴിക്കാട്ടം വരികയാണ്. അപ്പം എന്താ ഒരു 10-22 ബക്കറ്റ് കോഴിക്കാട്ടം ഉണ്ടായിരുന്നു. കോഴികളെപ്പം അടിച്ച് കയറ്റിയില്ലെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ വേണ്ട. ഇതിൽ ചിക്കി പറക്കുന്നുണ്ട് അവരുടെ വന്നിട്ട്. അവരുടെ അതിൻ്റെ ഇതിലായിരിക്കുമ്പോൾ ചിക്കി പറക്കില്ലേ, ഇവിടെ വന്നിട്ട് ചിക്കി പറക്കും. ഇതിൻ്റെ ഉള്ളിൽ എന്തൊരു നിധിയാണുള്ളത് വെച്ചിട്ട്. ചാലേ ഇതാണ് ചിന്തൂര് ചാക്ക് കേട്ടോ. ചിന്തൂര് ഇന്നലെ എടുത്ത് പോകണതാ 2 ചാക്ക് നിറച്ച്. ഒരു ചാക്ക് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. സാർ ഇതൊരു കത്തി, ഇതൊരു കത്തര. ഇതിന് ഭയങ്കര ഡിമാൻഡാ ഈ ചിന്തൂരിന്. പാലക്കാടുക്കാണ് കൂടുതൽ കൊണ്ടുപോകുന്നത്. കത്തര ഉണ്ടാ കത്തിയാലും എന്തൊരു കുഴപ്പമില്ലേ. ഇതൊക്കെ ഇട്ട് ഞാൻ സ്ട്രോങ്ങിൽ കെട്ടിയതേ. നമ്മുടെ ആക്റ്റീവ സ്കൂട്ടറിലാണ് ഈ 2 ചാക്കും കൊണ്ടുവരിക. ഈ ഒരു ചാക്ക് ഫ്രണ്ടിൽ വയ്ക്കും, ഒരെണ്ണം ബാക്കിൽ വയ്ക്കും, എന്നിട്ട് കൊണ്ടുവരും. ഇനിയിപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിലേക്ക് വെള്ളമടിച്ച് കോഴിക്കോട്ടിലേക്ക് വെള്ളമടിച്ച് നിറച്ചോട്ടെ. മിക്കവാറും കോഴിക്കൂട് വൃത്തിയാക്കണം അന്ന് തന്നെയായിരിക്കും ഫിഷ് ടാങ്ക് ഈ അക്വേറിയം വൃത്തിയാക്കുക. ആ വൃത്തിയാക്കലൊക്കെ കഴിയണവരെ അവിടെ നിൽക്കും. പിന്നെ ടാപ്പ് തുറന്നിട്ട് നമ്മളെ പോവും. അതാണ് സംഭവിക്കാറ്. എന്നിട്ട് നിറഞ്ഞു പോവും. അപ്പം അത് ക്ലീൻ ആക്കിയിട്ട് അന്ന് തന്നെ അത് ചിന്തൂര് മുഴുവൻ നനയും. പിന്നെ വേനൽക്കാലായിരുന്ന കാരണം കൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി ഓടുന്നു. ഇനിയിപ്പോൾ വർഷക്കാലം വരണം. അപ്പം ഇനി സൂക്ഷിക്കണം. നമ്മൾ പണിയെടുക്കുന്നത് വെറുതെ കണ്ടത് ഈ സാധനം പാലക്കാട് വെച്ചിരിക്കുക എന്തിനാണ് അത് ഇത്രയ്ക്ക് അധികം കൊണ്ടുപോകണം ആളുകൾ. ചാക്കിലാക്കിയിട്ട് വലിയ വണ്ടികൾ വന്നിട്ട് കൊണ്ടുപോകും. അങ്ങനെ ഫാമുകളിലേക്കാവോ ആയിരിക്കും. ഇതിലുള്ള കോഴിമുട്ട പോലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയില്ലേ, അത് കോഴികൾ മുട്ട കൊത്തി പിടിക്കാൻ കൊത്തി കുടിക്കാണ്ടിരിക്കാനുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് കേട്ടോ. ഇപ്പം ഇവിടുന്ന് അരപ്പാക്കി കൊടുക്കുന്നു വേണ്ട, അവരെന്നെല്ലാം ശ്രദ്ധിക്കും, ആക്കിയോളും. എന്നാലും നമ്മൾ ചെയ്ത പണിക്കൊരു വൃത്തി വേണ്ട. ഇതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വലിച്ചെടുക്കാനുള്ള ഭയങ്കര ശക്തിയാണ് ഇതിനുള്ളത്. അത് കോഴികളുടെ കാട്ടത്തിൽ വെള്ളമൊക്കെ ഉണ്ടാവില്ലോ. അപ്പോൾ സരിതാ കോഴികളാട്ടി വേണമെന്നാ കയറ്റിരിക്കും. ഇനി പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ ശരിയല്ലേ ഒരാളാ. ജഗു ഈ ചാക്കാനല്ലേ ഉണ്ട് ചാക്കാട്ടെ, അത് കൊണ്ടുപോയി എടുത്തോളാം. കയറി നീ ഞാൻ ചാർലിനെ വിളിക്കും. കയറ് ചാർലി നോക്കിക്ക അടുവാ. ചാർലിക്ക് ചാർലിനെ വിളിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ചാർലിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇല്ലേ നിന്റെ പപ്പ് പറക്കിട്ടാ ഞങ്ങൾ വേണ്ട വെച്ചിട്ട് അടുവാ. പോ അപ്പുറത്തേ കിടക്കണ ആൾക്ക് കണ്ട കൂട്ടിയെ കയറാൻ താല്പര്യമില്ല. സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കേട്ടാ നല്ല വൃത്തിയാക്കി കോഴിക്കോട് കേട്ടോ. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒക്കെ നിരപ്പാക്കി ഒരു ഭംഗിയാക്കും. അപ്പോൾ നിങ്ങളതിൽ രമിക്കൂ. ഒരു ചെറിയ പണി കൂടി ഉണ്ട്, അങ്ങനെ കുളിക്കുക. നമ്മുടെ പണിയായുധങ്ങളാണ്. വർഷകാലാവാറായി. നമ്മുടെ ബോഗൻവില്ല ഇവിടുത്തെ ചില്ലകൾ വെട്ടിയിട്ട് കുഴിച്ചിടാറായി. കണ്ട ഇപ്പോൾ ആകെ പടർന്ന് കാട് പോലെ. അപ്പോൾ ഇവനെ ഞാൻ ഒന്ന് ഒതുക്കാണ്. എല്ലാ സ്ഥലത്തും പ്രൂണിങ് ചെയ്ത് തുടങ്ങി ആളുകൾ. ഇതിൻ്റെ തണ്ട് കുഴിച്ചിട്ടുണ്ടോ സരിത? എവിടെയാ കുഴിച്ചിട്ട സ്ഥലം ഉണ്ടാ? ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ കുഴിച്ചിട്ടോ. ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം ഈ മതിലൊരു ഭാഗത്ത്. ഇത് എന്തോരം കുഴിച്ചിട്ടാ? ഈ സാധനം ഭയങ്കര അപകടകാരിയാ. ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ കാട് പോലെയാവും. പിന്നെന്തിനാ എന്നോട് ചോദിക്കണേ ഇത് കുഴിച്ചിടണോന്ന്? ഏത് കാര്യത്തിനും സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കുക, വെറുതെ ചോദിക്കുക, എന്നിട്ട് അവരവർക്ക് തോന്നിയത് ചെയ്യുക. അല്ലല്ല നീ പറയുന്ന പോലെ ഞാൻ ചെയ്ത് കണ്ട ഇത് എന്തൊരു വലിയ തണ്ട. ഓടിക്കാൻ പറ്റുമോ? ഓടിക്കാനും പറ്റില്ല, കയ്യും കാലൊക്കെ തളർന്നു തുടങ്ങി. അതിന് വെട്ടല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇട്ട് പോവും. പിന്നെ മഴയും വെയിലും കൊണ്ട് അത് ആ മണ്ണിൽ എടുക്കും. അപ്പൊ അതിന് മൂർച്ചൂല ഒന്നുമില്ല. വെട്ടണ ആൾക്കാരുടെ കയ്യിലത്തെ അവരുടെ കയ്യിലത്തെ സാധനം അല്ല. അവര് വെട്ടിയത് അവരടുത്താഴ്ച എന്തായാലും വരണല്ലേ. അവര് കറക്റ്റ് ആയിട്ട് ചെയ്തു തന്നെ നന്നായിട്ട്. ചേട്ടൻ ഇത്ര കഷ്ടപ്പെടണ്ടല്ലോ. അയ്യോ അല്ല അതും കൂടി വെട്ടാ. ഇല്ല അന്ന് നൂല് വിട്ടതാ. ഇത് മുള്ളായി കാരണം നമുക്ക് തോട്ടാൻ പറ്റില്ല. സ്പ്രിങ്
ഇതിവിടെ വളർത്തണത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഷീറ്റൊക്കെ കീറും മുള്ളുകൊണ്ടേ. നമുക്കിത് ഇത്രയ്ക്ക് ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കി നിർത്താം. ഇനി ഇത് കൊണ്ടുവന്ന് ഇത് ഒതുക്കണം. ഇനി എനിക്കിപ്പോൾ വയ്യാണ്ട് ഇവിടെ ഇരിക്കും കുറച്ച് നേരം. ഫാൻ ജ്യൂസ് അടിച്ചു കൊണ്ടിരട്ടെ നട്ട്സിന്റെ കുടിച്ചിട്ടാണോ കുടിക്കണേ? കുളിക്കില്ല, ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് സരിത ജ്യൂസ് അടിക്കാൻ പോകട്ടെ. എൻ്റെ രാജിക്കത്ത് മീൻകുളത്തിൽ അലാറം വെക്കണ്ട, ഫോണിലല്ല അലാറം വെക്കണ്ട. അത് നിറയാറായി നിർത്താം. അതിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിൽറ്റർ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തൊന്ന് കാണിച്ചു കൊടുത്തത് ഈ വെള്ളം വീണത് കാണാം. അല്ല വെള്ളം ഈ പഞ്ഞിയിൽ അങ്ങനെ ചെടി അടിഞ്ഞുകൂടാ. കഞ്ഞിയൊക്കെ മാറ്റാറായി. അത് ഇന്നലെ ആ മോട്ടർ വാങ്ങിച്ചപ്പോഴേ അവിടെ നിന്ന് കുറച്ച് പഞ്ഞി ഇതിന്റെ ഈ സ്പോഞ്ചും കൂടി വാങ്ങിക്കണ്ടായിരുന്നു. നിറക്കിയുള്ളേ ഈന്തപ്പഴം ചേട്ടൻ തിന്നുണ്ട് എടുത്തിട്ട്. ഞാനെന്താ ഈന്തപ്പഴം എടുത്ത് എനിക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നതല്ലേ? അല്ല ഈന്തപ്പഴം കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞല്ലോ. അത് നീ എടുത്തിട്ടുണ്ടാവും. ഞാൻ തിന്നാറില്ല. ഞങ്ങളുടെ ഹെൽത്തി ജ്യൂസ് നാളത്തേക്ക് ഇല്ല ഈന്തപ്പഴം. അതെ കഴിഞ്ഞു. ഞാൻ കുളിച്ചു. കോഴിക്കോടൊക്കെ ഇവിടെ പാകുമ്പോഴേ കുളിച്ചില്ലെങ്കിൽ ശരിയാവില്ല. മഴ പെയ്തിട്ടില്ല ശരിക്കും. ഇവിടെ നിന്നിട്ട് നല്ല മഴ പെയ്തിട്ടേ ഇടിവെട്ടുണ്ടാവും ചില സമയത്ത്. ആ സമയത്ത് ആ മഴ ഉണ്ടാവുക. ആ സമയത്ത് ഇവിടെ വന്നിരിക്കാനും പറ്റില്ല. ഇനി ഇടിവെട്ടില്ലാത്ത സമയത്ത് നല്ല മഴയുള്ളപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാം. ഇനി വൈകുന്നേരത്തെ നമ്മുടെ ലൈറ്റ് ഇട്ടിട്ട് ഫിഷ് ടാങ്ക് കാണിച്ചു തരാം കേട്ടോ.